സ്വർണ്ണവില പിടിവിട്ടു കുതിക്കുന്നു. ഇനിയും ഉയരുമോ അതോ ഇടിവോ? നിക്ഷേപകര് ചെയ്യേണ്ടത്. മുംബൈ രാജ്യത്തെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില അനുദിനം പുതിയ ഉയരങ്ങൾ താണ്ടുകയാണ്. വെള്ളിയാഴ്ച ഡൽഹിയിൽ 10 ഗ്രാം സ്വർണത്തിന്റെ വില 1,13,800 രൂപയായി ഉയർന്നു. എല്ലാ നികുതികളും ഉൾപ്പെടുത്തിയ നിരക്കാണിത്. വെള്ളി 1 കിലോഗ്രാമിന് 1,32,000 രൂപയും കടന്നു. ലോകമെമ്പാടുമുള്ള ഡിമാൻഡും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷയുമാണ് ഈ വില വർധനവിനുള്ള പ്രധാന കാരണം. 99.9% ശുദ്ധമായ സ്വർണ്ണവില തുടർച്ചയായ 4ാം ദിവസവും ഉയർന്നു എന്നാണ് ഓൾ ഇന്ത്യ സരാഫ അസോസിയേഷൻ പറയുന്നത്. വ്യാഴാഴ്ച 1,13,100 രൂപയായിരുന്ന വിലയിലാണ് 700 രൂപയുടെ കൂടെ വർധനവ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ നിലവിലെ സ്വർണ്ണവില 24 കാരറ്റ് സ്വർണ്ണത്തിന് 1 ഗ്രാമിന് 11,129 രൂപയാണ്. രാജ്യത്ത് ചെന്നൈയിലാണ് ഏറ്റവും അധികം വില നൽകേണ്ടത്. 11,128 രൂപയാണ് ചെന്നൈയിൽ 1 ഗ്രാം 24 കാരറ്റ് സ്വർണ്ണത്തിന്റെ വില. ലോകവിപണിയിൽ 1 ഔൺസ് സ്വർണ്ണത്തിന് $3,648.55 എന്ന നിരക്കിലാണ് ഇപ്പോഴത്തെ വിൽപ്പന. അതായത് കഴിഞ്ഞ മാസത്തേക്കാൾ വില 8.52% ഉയർന്നു. ഒരു വർഷത്തെ നിരക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ വിലയിൽ ഉണ്ടായിരിക്കുന്നത് 41.26% വർധനവാണ്. സ്വർണ്ണവില ഇനിയും ഉയരുമോ? കഴിഞ്ഞ ഡിസംബറിലെ നിരക്കിൽ നിന്ന് സ്വർണ്ണവില 40%-ലധികം ഉയർന്നതായി കാണാൻ സാധിക്കും. ലോകത്തിലെ പണപ്പെരുപ്പം, അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയുന്നത്, കടങ്ങൾ കൂടുന്നത് തുടങ്ങിയ കാരണങ്ങളാണ് വില വർധനവിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. 2008-ലെ ലോക സാമ്പത്തിക പ്രതിസന്ധി സമയത്തും 2020-ലെ കോവിഡ് കാലത്തും സ്വർണം ഇതുപോലെ ഉയർന്നിരുന്നു. കോവിഡ് കാലത്താണ് സ്വർണ്ണവില 39,000 രൂപയിൽ നിന്ന് 55,000 രൂപയിലേക്ക് എത്തുന്നത്. സ്വർണ്ണവില ഇനി ഉയരുമോ എന്ന് ചോദിച്ചാൽ വിദഗ്ധർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ഇപ്പോഴത്തെ ഉയർച്ച ഏറെക്കുറെ പൂർത്തിയായ ഘട്ടത്തിലാണ്. വില 10% കൂടി ഉയരാം, അതായത് 1,24,000 മുതൽ 1,25,000 രൂപ വരെ. പിന്നീട് സ്ഥിരതയിലെത്താം, അരുണാസെറ്റ് ഇൻവെസ്റ്റ്മെന്റ് സർവീസസിന്റെ സഹസ്ഥാപകൻ അങ്കിത് പട്ടേൽ പറയുന്നു. മറുവശത്ത് 2025-ൽ സ്വർണം $3,500-ലെത്താമെന്നും 2026-ൽ $3,900 ആകാമെന്നും ചില വിദഗ്ധർ പ്രവചിക്കുന്നു.